സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ഫ്രണ്ട്സ്. അപ്പോൾ ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം നമ്മുടെ വൺ പീസ് ചാപ്റ്റർ 1172ൻ്റെ സ്പോയിലേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ സ്പോയിലേഴ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ. നമ്മളിപ്പോൾ 7Kയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചാൽ നമുക്കത് പെട്ടെന്ന് തന്നെ അടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ എൽബാഫ് ദാറ്റ് ഐ ലവ് എന്നാണ്. ഒരു പക്ഷേ നമുക്ക് ഇതിൽ എൽബാഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയേക്കും ഈ ചാപ്റ്ററിൽ. എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കവർ സ്റ്റോറിയിൽ നമ്മുടെ ബോൺ ക്ലാനെ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. കുറേ കാലം ശേഷമാണ് നമ്മുടെ ബോൺ ക്ലാനെ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറഞ്ഞിട്ടുള്ളത് ഈ ചാപ്റ്ററും അധികവും ഒരു റീക്യാപ്പ് ചാപ്റ്ററാണ്. നമ്മളെ ഫ്ലാഷ് ബാക്ക് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ക്യാരക്ടേഴ്സും എവിടെയാണെന്നൊക്കെ ഉള്ളതൊക്കെ കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇതെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജെറോള് എല്ലാവരോടും പറയും നമ്മുടെ ഹെറൾഡ് മരിച്ച ദിവസം എന്തായിരുന്നു നടന്നിരുന്നത്, സത്യാവസ്ഥ എല്ലാ ജാൻസിനോടും എൽബാഫിലുള്ള എല്ലാവരോടും പറയുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ജെറോള് പറയൂ നമ്മുടെ ലോക്കി ഇന്നസെൻ്റ് ആണെന്ന്. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി ലോക്കിയുടെ മേലുണ്ടായിരുന്ന എല്ലാ അലിഗേഷൻസും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ജെറോളിൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെതിരെ ഒരു വാർ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എൽബാഫിലെ എല്ലാ ജാൻസും നമ്മുടെ ജെറോള് പറഞ്ഞതിനോട് എഗ്രി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തോട് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ ഫൈനൽ വാർ ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ എൽബാഫിൽ വെച്ച് തന്നെ ആണെന്ന്. പിന്നെ ഈ സ്പോയിലറിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഗംഗുയുടെ ബോഡിയിലുള്ള ഇമോസാമിയും അതുപോലെ തന്നെ മറ്റ് 2 ഗോഡ്സിനായിട്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ടെന്നും ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ജീംബയും നാമിയും റോബിനും അതുപോലെ തന്നെ ഊസോപ്പും ഇപ്പോഴും നമ്മുടെ ഗംഗുവിൻ്റെ എയറോയിൽ ട്രാപ്പായിട്ട് തന്നെയാണ് ഉള്ളത്. അവിടെ വെച്ച് നമ്മുടെ ജീംബെ പറയുന്നുണ്ട് ബ്രൂക്കിനെ കണ്ടപ്പോൾ ബ്രൂക്കിന് എന്തോ മനസ്സിലായതുപോലെ ഉണ്ടെന്നും നമ്മുടെ ജീംബെ ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബ്രൂക്ക് എവിടത്തേക്കോ പോയെന്നാണ് നമ്മുടെ ജീംബെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രൂക്കിനെ ഈ പാനൽ കാണിക്കുന്നില്ലെന്നും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമുക്കറിയാം നമ്മുടെ ജീംബയും അതുപോലെ തന്നെ ഗംഗുവും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം. ഒരു പക്ഷേ നമുക്ക് ഇവിടെ വെച്ചൊരു ബാക്ക് സ്റ്റോറി വീണ്ടും തുടങ്ങുന്നത് കാണാൻ കഴിഞ്ഞേക്കും. അല്ലെങ്കിൽ നമ്മുടെ ബ്രൂക്കിൻ്റെ പാസ്റ്റ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ചാൻസ് ഉണ്ട്. ഇനി എന്തായാലും നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഫൈനൽ പാനൽസിലുള്ളത് നമ്മുടെ ഹജറുദ്ദീനും മറ്റുള്ള ക്യാരക്ടേഴ്സും നമ്മുടെ ഡോമി റിവേഴ്സിൽ കൺട്രോൾ ആയിട്ടുള്ള ജയൻസുള്ള ആ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അവർക്കിപ്പോൾ നമ്മുടെ ഡോമി റിവേഴ്സിനെ കുറിച്ചൊക്കെ അറിയാവുന്നത് കൊണ്ട് അവർ പറയുന്നുണ്ട് ഇതിൽപ്പെട്ട നമ്മുടെ കാര്യം കഴിഞ്ഞെന്ന്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റോക്സിൻ്റെയും അതുപോലെ തന്നെ ഹെറലിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് അവർ ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിച്ച് തന്നെയായിരിക്കും ഇനി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വെച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് നമ്മുടെ സോറോ പറയാണ് എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന്. അതാണ് ഇവിടെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ കാര്യങ്ങൾ ഡോമി റിവേഴ്സ് ബ്രേക്ക് ചെയ്യുന്നത് നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ സോറോന്നൊരു പ്ലാൻ ഉണ്ടെന്നാണ് നമ്മുടെ സോറോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എന്തായിരിക്കും എന്നറിയാൻ എനിക്ക് വളരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നവരെ കാത്തിരിക്കുക തന്നെ വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സ്പോയിലേഴ്സിലുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു ഡേ കാണുന്നവരെ ബൈ ബൈ.